ഒറ്റ യൂസിൽ ഇത്രയും റിസൾട്ട് കിട്ടുമെന്ന് ആരും പ്രതീക്ഷിക്കത്തില്ല. അത്രമാത്രം റിസൾട്ട് കിട്ടുന്ന മുഖത്തുള്ള ടാനും പിഗ്മെൻറ്റേഷനും എല്ലാം മാറ്റിയിട്ട് ഡെഡ് സെൽസ് ഒക്കെ റിമൂവ് ചെയ്ത് നല്ല രീതിയിൽ സ്കിൻ ഗ്ലോ ആവാനും വൈറ്റൻ അപ്പ് ചെയ്യാനും ഒക്കെ സഹായിക്കുന്ന അടിപൊളി ഒരു ഫേസ് പാക്കാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. പിന്നെ നമ്മൾ വീട്ടിലുള്ള അടുക്കളയിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം യൂസ് ചെയ്തിട്ടാണ് ചെയ്തേക്കുന്നത്. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും തന്നെ യൂസ് ചെയ്തിട്ടില്ല. സോ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കണ്ടു നോക്കണം. ഞാനിതിൽ കുറേ ടിപ്സ് പറയുന്നുണ്ട്. 100% നിങ്ങൾക്ക് ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുന്നതോടൊപ്പം ഇതിന് കിട്ടുന്ന റിസൾട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും ഒക്കെ വേണ്ടിയിട്ടുള്ള ടിപ്സ് ഞാൻ കുറേ പറഞ്ഞു പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്, മുഴുവനും കണ്ടു നോക്കണം. എന്നാൽ മാത്രമേ കറക്റ്റായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്കത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതോടെ എല്ലാവരും തന്നെ എൻ്റെ ഈ കുഞ്ഞു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. തീർച്ചയായിട്ടും വീഡിയോ നിങ്ങൾക്ക് നല്ല യൂസ്ഫുൾ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. ആരെങ്കിലും എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വെൽക്കം ടു മൈ യൂട്യൂബ് ഫാമിലി. സോ ഞാനിവിടെ പാക്ക് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തതെന്ന് ഞാൻ കാണിച്ചു തരാം. കുറച്ച് സമയം ഞാൻ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കും, എന്നാൽ മാത്രമേ അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ട ഒരു സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ റാഗിപ്പൊടിയാണ്. റാഗി ഫ്ലോർ എന്ന് പറയുന്നത് നല്ല രീതിയിൽ നമ്മുടെ സ്കിൻ വൈറ്റൻ അപ്പ് ചെയ്യാനും ഡെഡ് സെൽസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കംപ്ലീറ്റ് ആയിട്ടും റിമൂവ് ചെയ്യാൻ സഹായിക്കുന്നതാണ്. ഞാനിവിടെ 1.5 സ്പൂൺ റാഗിപ്പൊടി എടുത്തിട്ടുണ്ട്. അതോടൊപ്പം ഇനി നമുക്ക് വേറെ ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടെ മാത്രമാണ് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഈ 2 ഇൻഗ്രീഡിയൻസ് മാത്രമുള്ള ഈ ഒരു ഫേസ് പാക്ക് എല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. കാര്യം നമുക്ക് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒക്കെ മിക്സ് ചെയ്ത് എല്ലാ ദിവസവും അല്ലെങ്കിൽ ആഴ്ചയിൽ 1-2 ദിവസം ആണെങ്കിൽ പോലും ചെയ്യാനായിട്ട് പറ്റില്ലല്ലോ. നമുക്ക് ടയേർഡ്നെസ് ഉണ്ടാവും. അത് കാരണം എന്തൊക്കെ സംഭവങ്ങളാണെന്ന് നമ്മൾ മറന്നു പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ റാഗിപ്പൊടി എന്ന് പറയുന്നത് ഞാനിങ്ങനെ തന്നെ വാങ്ങിയതാണ്. സാധാരണ നമുക്ക് ഹോൾ റാഗി ആയിട്ട് കിട്ടുന്നത് വാങ്ങിച്ച് കഴുകി ഉണക്കി പൊടിച്ച് വെക്കുന്നവരുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ അത് ചെയ്യുക. അല്ലെങ്കിൽ റാഗി കുതിർത്തിട്ട് നന്നായിട്ട് മിക്സിയിലിട്ട് അരച്ചെടുത്താലും മതി. അരച്ചെടുക്കുമ്പോൾ ഒന്നും കൂടെ അരിച്ചെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ല ഫൈനായിട്ടുള്ള ഒരു പാല് പോലെ കിട്ടും. അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇനി ഇതിലോട്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് തൈരാണ്. റാഗിപ്പൊടിയിലോട്ട് തൈര് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ റാഗി ഉണക്കി പൊടിച്ചെടുക്കുന്നതാണെങ്കിലും അരച്ചെടുക്കുന്നതാണെങ്കിലും നിങ്ങൾക്ക് തൈര് യൂസ് ചെയ്യാം. അരച്ചെടുക്കുന്നവരാണെങ്കിൽ മേ ബി കുറച്ച് വെള്ളം പോലെ ആയി പോകാനുള്ള ചാൻസ് ഇല്ലേ. അതുകൊണ്ട് നിങ്ങൾ ഇച്ചിരി കടലമാവോ അരിപ്പൊടിയോ കൂടെ ചേർത്താൽ മതി. കുറച്ച് മാത്രം, ഇച്ചിരി ലൂസ് കൺസിസ്റ്റൻസിയിൽ ഇരിക്കുന്നതാണ് നല്ലത്. ഒത്തിരി അങ്ങനെ കട്ടിയായിട്ടുള്ളൊരു പാക്ക് നമ്മൾ ഫേസിലോട്ട് അപ്ലൈ ചെയ്യുന്നതിനേക്കാളും ഇച്ചിരി ലൂസ് കൺസിസ്റ്റൻസിയിലുള്ള പാക്ക് ആകുമ്പോൾ കുറേ നേരം നമുക്ക്, അതായത് ഒരു 15 മിനിറ്റൊക്കെ കൃത്യമായിട്ട് നമ്മുടെ ഫേസിൽ വച്ചേക്കാനും പറ്റും. അതുപോലെ തന്നെ നന്നായിട്ട് സ്കിന്നിനെ നറിഷ് ചെയ്യാനും അടിപൊളിയായിട്ട് റിസൾട്ട് തരാനും ഹെൽപ്പ് ചെയ്യുന്നത് അതാണെന്നാണ് ഇതുവരെയുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. സോ ഞാനിവിടെ നമ്മുടെ റാഗിയുടെ ഫേസ് പാക്ക് നന്നായിട്ട് പ്രിപ്പയർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഫുൾ ബോഡി വേണമെങ്കിലും യൂസ് ചെയ്യാം. മുഖത്തോ കഴുത്തിലോ മാത്രമല്ല, ഫുൾ ബോഡി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പാക്കാണ്. നമ്മുടെ മുട്ടിലുള്ള കറുത്ത പാടൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ മാറ്റാനും അടിപൊളിയാണ്. നല്ല രീതിയിൽ സ്കിൻ വൈറ്റൻ അപ്പ് ചെയ്യും. നല്ല ഫൈനായിട്ടുള്ള പൊടിയാണേ. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സംഭവം നമുക്ക് സ്ക്രബ് ചെയ്യാനൊക്കെ ഉണ്ടല്ലോ, ബോഡി സ്ക്രബായിട്ടൊക്കെ 2 ആഴ്ചയിലൊരിക്കലോ മാസത്തിലൊരിക്കലോ ഒക്കെ ബോഡി സ്ക്രബ് നമ്മൾ ചെയ്യാറില്ലേ, ആ ഒരു സമയത്ത് ഈ ഒരു പാക്ക് നിങ്ങൾക്ക് സൂപ്പറായിട്ട് വർക്കാവും. അത്രയും നല്ലതാണ്. നമുക്ക് കാലിലൊക്കെ നമ്മൾ ചെരുപ്പിടുന്ന ഭാഗത്തൊക്കെ ടാനിങ് ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാൻ സഹായിക്കും. ഫുൾ ബോഡി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. കയ്യിലൊക്കെ നമ്മൾ ഡെയിലി യാത്ര ചെയ്യുന്നവരാണെങ്കിൽ നല്ല രീതിയിൽ സൺ ടാൻ ആവില്ലേ, അതൊക്കെ മാറ്റാൻ സഹായിക്കും. ഒറ്റ യൂസിൽ തന്നെ നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഒറ്റ യൂസിൽ വ്യത്യാസമുണ്ട്, പക്ഷെ കംപ്ലീറ്റ് ആയിട്ട് മാറി കിട്ടിയില്ല ടാൻ എന്നുണ്ടെങ്കിൽ നിങ്ങൾ 1-2 തവണ കൂടെ അപ്ലൈ ചെയ്യുക. ആഴ്ചയിൽ ഒരു 2 ദിവസമോ 3 ദിവസമോ അത്രയും മതി. ആ ഒരു റേഞ്ചിൽ നിങ്ങൾ അപ്ലൈ ചെയ്ത് പോവുക. നല്ല വ്യത്യാസം ഉണ്ടാവും കേട്ടോ. നല്ല രീതിയിൽ സ്കിൻ വൈറ്റൻ അപ്പ് ചെയ്യാനായിട്ട് സഹായിക്കും. റാഗിപ്പൊടിയാണ് നമ്മുടെ മെയിൻ ഐറ്റം. സോ നിങ്ങൾക്ക് എങ്ങനെയാണോ അവൈലബിൾ ആവുന്നത് ആ ഒരു രീതിക്ക് സംഘടിപ്പിച്ച് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. റാഗി ഹോളായിട്ട് വാങ്ങുമ്പോൾ നമുക്ക് ചെറിയൊരു ക്വാണ്ടിറ്റി വാങ്ങിയാൽ മതി. കുറേ നാൾ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. പൊടിച്ച് വെച്ചാലുണ്ടല്ലോ നന്നായിട്ട് കുറേ നാൾ യൂസ് ചെയ്യാൻ പറ്റും. മുഖത്തും ദേഹത്തും മാത്രമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ മാസത്തിലൊരിക്കൽ മാത്രമല്ലേ ഫുൾ ബോഡിയൊക്കെ യൂസ് ചെയ്യേണ്ടി വരുള്ളൂ. ബാക്കിയുള്ള ദിവസങ്ങളിൽ മുഖത്ത് മാത്രമല്ല. അപ്പം കുറേ നാൾ യൂസ് ചെയ്യാനായിട്ട് പറ്റും.
നല്ല എക്കണോമിക്കലാണ്, അഫോർഡബിൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. സ്കിൻ വൈറ്റനിങ്ങിന് വിലപിടിപ്പുള്ള ഒരുപാട് ക്രീംസ് അവൈലബിൾ ആണ്. പക്ഷേ നമുക്ക് സ്കിൻ വൈറ്റനിങ്ങിന് ഇത് തന്നെ ഏറ്റവും നല്ലതാണ്. അതായത് നമുക്കിപ്പോൾ വേറൊരാളുടെ സ്കിന്നെടുത്ത് ഒട്ടിച്ച് വെക്കാനല്ല, നമ്മുടെ സ്കിന്ന് നമുക്ക് നന്നായിട്ട് ബെറ്റർ ആക്കി കൊണ്ടുവരാനും. വൈറ്റനിങ് എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് സൺ ടാൻ ഏറ്റിട്ട് അല്ലെങ്കിൽ ഡെഡ് സെൽസ് കാരണം ഡെഡ് സെൽസ് അക്യുമുലേറ്റ് ആയിട്ട് ഒരു ഡൾനെസ് ഉണ്ടാവില്ലേ, അതൊക്കെ റിമൂവ് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു പാക്ക് നന്നായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ബാക്കി നിങ്ങളുടെ ഇഷ്ടമാണ്. ഏറ്റവും ഹെൽത്തി ആൻഡ് അടിപൊളിയായിട്ടുള്ള ഒരു സംഭവമാണ് ഈ ഒരു പാക്ക് യൂസ് ചെയ്യുക എന്ന് പറയുന്നത്. നന്നായിട്ട് നമ്മുടെ സ്കിന്നിൽ വർക്ക് ചെയ്യുന്ന ഒരു ഐറ്റമാണ് ഇത്. അപ്പോൾ നിങ്ങൾ ഒരിക്കലെങ്കിലും റാഗി ഫ്ലോർ യൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒറ്റ തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. തീർച്ചയായിട്ടും നല്ല വ്യത്യാസം ഉണ്ടാവും. പിന്നെ നിങ്ങൾ വേറെ ഏതെങ്കിലും പാക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യേണ്ട. നിങ്ങൾക്ക് വേറെ ഒന്നും സെറ്റ് ആവുന്നില്ല, അങ്ങനെ യൂസ് ചെയ്യാനായിട്ട് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ആലോചിക്കുന്നത് കഴുത്തിലും അപ്ലൈ ചെയ്യണമെന്നാണ്. പിന്നെ ഞാൻ തീരുമാനിച്ചു കഴുത്തിലും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കാമെന്ന്. ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത് ഒരു രാത്രിയാണ്, പാതിരാത്രിയാണ് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എനിക്ക് നല്ല മടിയുണ്ട് കഴുത്തിലൊക്കെ അപ്ലൈ ചെയ്താൽ പിന്നെ നമ്മളിത് വാഷ് ചെയ്യാനായിട്ട് കുറേ ടൈം എടുക്കത്തില്ലേ, അതുകൊണ്ട്. എന്നിരുന്നാലും ഞാൻ കഴുത്തിൽ അപ്ലൈ ചെയ്ത് കൊടുത്തു ഗൈസ്. വേറെ ഒന്നും കൊണ്ടല്ല, എനിക്ക് ഈ പാക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഫുൾ ബോഡിയിൽ മാസത്തിൽ 1-2 ദിവസം സ്ക്രബ് ചെയ്യാനായിട്ടും പാക്കായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ടും പണ്ട് മുതലേ യൂസ് ചെയ്യുന്ന ഒരു ഐറ്റമാണ്. കാര്യം ഇത് വെച്ചിട്ട് നല്ല ഫൈനായിട്ടുള്ള പൊടിയാണ് ഇതിന് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു സ്ക്രബ് മസാജ് കൊടുക്കാനായിട്ട് നല്ല രസമാണ്. അപ്പോൾ ആ മാസത്തിലൊരിക്കലൊക്കെ നമുക്ക് ഇങ്ങനെ ഒരു നല്ല ബോഡി മസാജ് കൊടുക്കുന്നതും സ്ക്രബ് ചെയ്യുന്നതും ഒക്കെ നല്ലതല്ലേ. അതുകൊണ്ട് ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത്. മുന്നേയൊക്കെ ഞാൻ പ്രോഡക്റ്റ് പാക്കറിൽ വാങ്ങുന്ന സ്ക്രബ് യൂസ് ചെയ്യുമായിരുന്നു. എനിക്ക് തോന്നുന്നത് അതിൽ ഇച്ചിരി മണം കൂടുതലുണ്ടെന്നേ തോന്നുന്നുള്ളൂ. ഇതിന് പിന്നെ ഫ്രാഗ്രൻസ് ഒന്നും ഉണ്ടാവില്ല. കാര്യം നമ്മൾ ഹോം മെയ്ഡായിട്ട് ചെയ്യുന്നില്ലേ. ഇനി വേണമെന്നുണ്ടെങ്കിൽ മണമുള്ള എന്തെങ്കിലും ഐറ്റംസ് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം, അത്രയേ ഉള്ളൂ. അല്ലാതെ ഇതിലങ്ങനെ പ്രത്യേകിച്ച് ഫ്രാഗ്രൻസ് ഒന്നും ഇല്ലെങ്കിലും ഗുണം വളരെ വളരെ നല്ലതാണ്. അപ്പോൾ ഞാനൊരു 15 മിനിറ്റ് അങ്ങനെ വെയിറ്റ് ചെയ്തു ആ ഒരു ഫേസ് പാക്ക് വെച്ചിട്ട്. അപ്പോൾ ഒരു സെമി ഡ്രൈ ആയി. എന്നിട്ട് ഞാനത് വാഷ് ചെയ്യുകയാണ് ചെയ്യേണ്ടായിരുന്നത്. സോ സ്കിന്ന് നന്നായിട്ട് വാഷ് ചെയ്യുക, നിറയെ വെള്ളം തളിച്ച് കംപ്ലീറ്റ്ലി വാഷ് ചെയ്യുക. പ്രത്യേകിച്ച് നമ്മൾ ഈ മീൻസ് രാത്രി സമയത്തൊക്കെ പാക്ക് അപ്ലൈ ചെയ്യുന്നതാണെങ്കിൽ ഇങ്ങനെ പൊടിയൊക്കെ പോലെ പറ്റി പിടിച്ചിരിക്കുന്നത് നിങ്ങൾ അനുവദിക്കരുത്. നന്നായിട്ട് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ഫേസ് പാക്ക് വാഷ് ചെയ്ത് കളയാറും. ഒരു 15 മിനിറ്റിൻ്റെ കാര്യമേ ഉള്ളൂ. എടുക്കുക, അപ്ലൈ ചെയ്യുക, 15 മിനിറ്റ് വെയിറ്റ് ചെയ്യുക, എന്നിട്ട് നമുക്കത് വാഷ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ടുള്ള പരിപാടിയാണ്. ആഴ്ചയിൽ ഒരു 3 ദിവസമെങ്കിലും നിങ്ങൾ ചെയ്ത് കൊടുക്കണം. പിന്നെ സ്ക്രബിങ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആഴ്ചയിൽ 1-2 ദിവസം മാത്രം ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ എന്ത് സ്കിൻ കെയർ ആണോ റെഗുലർ ലൈഫിൽ ഫോളോ ചെയ്യുന്നത് അത് നിങ്ങൾ അതേപോലെ അങ്ങ് ഫോളോ ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ടോണർ അപ്ലൈ ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ മോയ്സ്ചറൈസറും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ മോയ്സ്ചറൈസറായിട്ട് യൂസ് ചെയ്യുന്നത് അലോവേര ജെല്ലാണ്. ധാത്രിയുടെ അലോവേര ജെല്ലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ ഇടയ്ക്ക് ഫസ്റ്റായിട്ടാണ് ഞാനിത് യൂസ് ചെയ്യുന്നത്, പക്ഷേ എനിക്ക് നന്നായിട്ട് ഇഷ്ടമായിട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ സെറ്റ് ആവുന്നത്, നിങ്ങൾക്ക് പറ്റിയ ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക. എന്നിട്ട് നമുക്കത് അത് നമ്മുടെ സ്കിന്നിൽ ലോക്ക് ചെയ്തിട്ട് കിടന്നുറങ്ങാവുന്നതാണ്. വളരെ എളുപ്പത്തിലുള്ള ഒരു സ്കിൻ കെയർ ആണിത്. നിങ്ങളുടെ റെഗുലർ സ്കിൻ കെയർ റുട്ടീനിൽ ഈ ഒരു പാക്കും കൂടെ നിങ്ങൾ അപ്ലൈ ചെയ്യുക, അത്രയേ ഉള്ളൂ. നന്നായിട്ട് സ്കിൻ വൈറ്റനപ്പ് ആവാനും ബ്രൈറ്റനപ്പ് ആവാനും ഒക്കെ സഹായിക്കും. പിന്നെ നിങ്ങൾക്ക് തൈര് യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാൽ യൂസ് ചെയ്യാം. ഇനി ഇത് രണ്ടും ചില ആൾക്കാർക്ക് ഇത് രണ്ടും പറ്റത്തില്ല. കാര്യം ഇത് ഡയറി പ്രോഡക്റ്റ് അല്ലേ, അതുകൊണ്ടാണ് മുഖക്കുരുവൊക്കെ ചിലർക്ക് വരും. ആഴ്ചയിൽ 1-2 ദിവസം യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേറെ പ്രശ്നമില്ലെങ്കിൽ യൂസ് ചെയ്യാം. എല്ലാ ദിവസവും യൂസ് ചെയ്യുമ്പോൾ ഓയിലി സ്കിൻ ആണെങ്കിൽ പ്രശ്നം ഉണ്ടാവാനുള്ള, മുഖക്കുരു ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ആഴ്ചയിൽ 1-2 ദിവസം യൂസ് ചെയ്താൽ മതി. ഇനി നിങ്ങൾക്കിത് സെറ്റ് ആവത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ ഫേസ് പാക്കൊക്കെ ഞാൻ നമ്മുടെ ചാനലിൽ ഓയിലി സ്കിന്ന്, സ്പെഷ്യലി ഫോർ ഓയിലി സ്കിന്നിന് വേണ്ടി ഇട്ടിട്ടുണ്ട്. ആ ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. റാഗിപ്പൊടിക്കൊപ്പം തൈര് അല്ലെങ്കിൽ പാല് തന്നെ ചേർക്കണം, അതാണ് അടിപൊളി റിസൾട്ട് കിട്ടുന്നത്. ഞാൻ റോസ് വാട്ടറിലൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് റിസൾട്ടൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത് തന്നെ റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.